നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ആരും. ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. മുസ്ലിമാണ്, അവളെ ഇങ്ങനെ അമ്പലത്തിൽ കയറാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ വാപ്പ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നതും അങ്ങനെ ആയിരിക്കും. അവർ രണ്ടുപേരുടെയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലാണ് ഞാൻ ഇത്രയും എത്തിയത്. ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നത് സൂര്യ TV-യിലാണ്. നിന്നിഷ്ടം എന്നിഷ്ടം. ഞാൻ കമന്റ്സ് വായിക്കാത്ത ഒരാളാണ്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ചിലര് അത് കണ്ടിട്ട് എന്നെ അടിക്കാൻ വരെ കൈ ഓങ്ങിയിട്ടുണ്ട്, നീ ഇങ്ങനെ കാണിക്കോ. മാരീഡ് ആണെന്ന് പറഞ്ഞു, അതൊരു ലവ് സ്റ്റോറിയാണ്. അതെ, അതും ഇന്റർ റിലീജിയൻ. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റോറി എന്തായിരുന്നു? കുഞ്ഞിലേ മുതലുള്ള പ്രണയമായിരുന്നു. ആദ്യം വീട്ടിൽ സമ്മതമൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ സമ്മതിച്ചു, കല്യാണം കഴിഞ്ഞു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞപ്പോ എത്ര വയസ്സും തുടങ്ങി? 8ാം ക്ലാസ്. ഭയങ്കര പുള്ളിയാ. അപ്പൊ എന്താണ് ഓഡിയൻസിനോട്, സ്നേഹിക്കുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇനിയും സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും എനിക്ക് നിങ്ങളുടെ എന്താ പറയാ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം. എങ്കിലേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മലബാറിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് കലയെ സ്നേഹിച്ചവൾ പിന്നീട് ഒരു വിപ്ലവ പ്രണയകഥയിലെ നായിക. അതെ, ജീവിതത്തിലും ഈ സുന്ദരിക്കുട്ടി ഒരു നായിക തന്നെയാണ്. ഷഹനാസ്, വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ മഴ തോരും മുൻപേ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ? ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ട്. ഇനി നാളെ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ഷൂട്ട്. അങ്ങനെ എന്നാലും അമ്മ പറയണത് കേട്ടിട്ട് ഒരാളെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ? കാണുമ്പോൾ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അതെ, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ക്യാരക്ടർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് റോള് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ടെൻഷൻസ് ഉണ്ടായിരുന്നോ? ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു നോവല് അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് ഇച്ചിരി ജീവനുള്ള കഥയാണെന്ന് പറയാം. ജോസി സാറിന്റെ തന്നെ പണ്ട് നോവലായിരുന്നു. അപ്പോൾ അതിന് കുറെ ജീവനുണ്ട് ക്യാരക്ടേഴ്സിന്. അപ്പൊ ആ ജീവനുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ കഥ വായിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകർക്ക് നമ്മളെ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ബിനു സാറായിരുന്നു ഫസ്റ്റ്. അപ്പോൾ സാറ് കുറേ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ക്യാരക്ടർ എങ്ങനെയായിരിക്കണം. നമ്മൾ സീരിയലിൽ നോർമലി അഭിനയിക്കുന്നതല്ലേ, ഇത് അഭിനയം വേണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. ഷഹനാസ് ബബിതയാവുക, ബബിതയായിട്ട് അങ്ങ് നിൽക്കുക എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കോൺഫിഡൻ്റ് ആയി പിന്നെ അങ്ങനെ അങ്ങ് ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കുക ഇപ്പോഴും. അപ്പൊ ഈ ഷഹനാസിനോട് ബബിതയാവാൻ പറഞ്ഞപ്പോ ഈ ബബിതയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, തുടങ്ങി വെച്ച ക്യാരക്ടർ, അതും ഷഹനാസും തമ്മിൽ ശരിക്കും വല്ല ബന്ധം ഉണ്ടായിരുന്നോ? ഒരു ബന്ധമില്ല. പക്ഷെ ഇപ്പം ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പൊ അതില് ഭയങ്കര കുസൃതി തുടങ്ങിയപ്പോ ഒരു ബന്ധം, ഒരു കുസൃതി. എനിക്ക് ആദ്യത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അല്ലേ, അതിലൊന്നും എനിക്ക് അത്ര ഇതൊന്നും അല്ല. ഞാൻ അങ്ങനത്തെ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ പോസിറ്റീവ് ആവുന്ന സമയത്ത് കുറച്ച് വികൃതി, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള അടിപിടി, അതൊക്കെ നോർമലി ലൈഫിൽ നടക്കുന്നത്. അപ്പൊ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്താ ചെയ്യുന്നത്. അപ്പൊ ഈ തുടക്കത്തിലുള്ള നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യുമ്പോഴേ ഷഹനാസിനെ അറിയുന്നവർക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് ഒരു തോന്നുന്നൊരു സാധനമുണ്ട്, ക്യൂട്ട്നെസ്, പാവം പിടിച്ച ഒരാള്. ഈ ആളെ പിടിച്ച് ഇങ്ങനെയും നെഗറ്റീവ് റോൾ ചെയ്യിപ്പിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, നിനക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ, അല്ലെങ്കിൽ നിന്നെ കൊണ്ടത് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ മാരീഡ് ആണ്. അപ്പോൾ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തുള്ള ആന്റിമാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അയ്യോ കാണുമ്പോൾ ഇങ്ങനെ തോന്നത്തില്ലല്ലോ, സീരിയലിലൊക്കെ എന്ത് ഭയങ്കര റഫാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സീരിയലല്ലേ, ക്യാരക്ടർ അല്ലേ, അപ്പൊ അതിന്റെ ഇതിൽ പോകും. ചിലര് അത് കണ്ടിട്ട് എന്നെ അടിക്കാൻ വരെ കൈ ഓങ്ങിയിട്ടുണ്ട്, നീ ഇങ്ങനെ കാണിക്കോ അമ്മേടെ അടുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് വന്നിട്ടുണ്ട്. പബ്ലിക്കില് എവിടെയെങ്കിലും വെച്ചിട്ടാണോ? റോട്ടിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്, അത് അമ്മയും ചേച്ചിയും ഒക്കെയാണ്, ചേച്ചിയെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഹീറോയിനായിട്ടുള്ള ഒരു കോംബോ? അടിപൊളിയാണ്. എല്ലാവരും അതിലെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ആരും. എല്ലാവരും പാവമാണ്. അതിൽ ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം, അങ്ങനെയൊന്നും അല്ല. എല്ലാവരും പാവം സ്വീറ്റ് പേഴ്സൺസ് ആണ് എല്ലാവരും. ലൊക്കേഷൻസ് ഫണ്ണൊക്കെ എങ്ങനെയുണ്ട്? ലൊക്കേഷൻ ഫണ്ട് അടിപൊളിയാ. ഏറ്റവും സ്പാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലൊക്കേഷൻസ്? ഏറ്റവും അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ടീം, അതായത് ടീം മീൻസ് ഞങ്ങൾ ആ വീട്ടിലുള്ളവരുണ്ട്. അമ്മ, അതായത് വൈഷ്ണവി ചേച്ചി, വേദ, ജാൻവി, ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര അലമ്പ് ബഹളമാണ് സത്യത്തിൽ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും സെറ്റിൽ പോകാനും ഇഷ്ടമാണ്.
ഇപ്പൊ ഇതിന് മുൻപും ഒരു 3-4 സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്ന് മാറി ഇതിലോട്ട് വന്നപ്പോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് എന്താ? ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നാൻ എനിക്ക് ഇവരുടെ പാറ്റേൺ, അതായത് നോർമൽ സീരിയൽ പാറ്റേണിലല്ല പൊക്കോണ്ടിരിക്കുന്നത്, ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സേഫാണ്, കാരണം നമ്മൾ അഭിനയിക്കണ്ട ഒന്നത്. പിന്നെ എല്ലാവരും ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നാലും അതുപോലെയൊക്കെയാണ് പോകുന്നത്. ഭയങ്കര നമുക്ക് ഒരു കോൺഫിഡൻറ്റും അത് മാത്രമേ നമ്മൾ സേഫ് ആയിരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സേഫ് അല്ല എന്നല്ല, ഒന്നുകൂടി ഒരു നാച്ചുറാലിറ്റി അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് സാധനം വരുമ്പോൾ ഉള്ള ഒരു സൈഡ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഉള്ള ഈ ഒരു ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഒരു മലബാർ ഭാഗത്തുനിന്നുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നു, അഭിനയ രംഗത്തോട്ട് വരുന്നു, കൂടെ മോഡലിംഗ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസറിന്റെ റോള് ചെയ്യുന്നു. ഇതൊക്കെ വരുമ്പോൾ ഒരു ക്യാമറ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള ഒരു മുസ്ലിം ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പല സ്ഥലത്തും ഷെനസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മയും ഉപ്പയും അത്രയും സപ്പോർട്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ബാക്കി ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആ സമയത്തുള്ള ചുറ്റുപാടൊന്നും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതാ പറയുന്നത്, എൻ്റെ ഉമ്മ വാപ്പ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നതും അങ്ങനെ ആയിരിക്കും. കാരണം അവർ രണ്ടുപേരുടെയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലാണ് ഞാൻ ഇത്രയും എത്തിയത്. കാരണം എൻ്റെ ഉമ്മ വാപ്പ അവരുടെ ഫാമിലിയെ പറ്റി ആലോചിച്ചിട്ട് എന്നെ വിടാണ്ടിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇവിടെ പോലും എത്തത്തില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നേനെ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിലോട്ട് നിന്നത് കൊണ്ടാണ് ഞാൻ വന്നത്. ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ അഭിനയിക്കുന്നതിന് മുന്നേ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. സോ ഡാൻസിലൂടെ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായി. അയ്യോ മുസ്ലിമാണ്, അവളെ ഇങ്ങനെ അമ്പലത്തിൽ കയറാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എൻ്റെ ഉമ്മ വാപ്പ അതിനൊന്നും ബോധേഡ് ആയിട്ടില്ല, അത് കൊണ്ടിങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ പോയപ്പോഴും അതുപോലെ പറഞ്ഞു, അയ്യോ വീടല് സേഫ് ആണോ എന്ന് അറിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിലും കൊണ്ടുവന്നു. ഞാൻ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞു ഓക്കെ അവളുടെ ഇഷ്ടമാണത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായി. ഇപ്പൊ ഡാൻസ് ഫസ്റ്റ് ഒരു അഭിനയം എന്നുള്ളതിലോട്ട് സ്റ്റാർട്ടിങ് മൊമെന്റ് എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നത് സൂര്യ TV-യിലാണ്, നിന്നിഷ്ടം എന്നിഷ്ടം. അതിലെന്നെ വിളിക്കുന്നത് റിംബി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. സോ ചേട്ടൻ വഴിയാണ് ഞാൻ ഈ സീരിയൽ ഫീൽഡിൽ വരുന്നത്. ഞാൻ ഫസ്റ്റ് ഇത് വരുന്നതെന്ന് വെച്ചാൽ ഡാൻസിലൂടെ, കലോത്സവ വേദിയിലൂടെയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അഭിനയം ഇഷ്ടമാണ്, പക്ഷെ ഇതുപോലെ ഇങ്ങനെ സീരിയൽ ചെയ്യണം ഒരു ചിന്ത പോലും ഇല്ല. അപ്പോൾ അഭിനയം ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്തു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒത്തിരി അതിൽ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ വരുന്നതെല്ലാം ഞാൻ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. സോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പാഷൻ ഇതായിരിക്കും എന്നുള്ളത് ഞാനത് അങ്ങനെ ഡിസിഷൻ എടുത്തു. സോ ഇപ്പോൾ അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്യാമറയുടെ മുന്നിലെടുത്ത സീൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സൂര്യ TV-യിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ള ഒരു സീനാണ്. അതായത് അവിടുത്തെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ ആയിട്ട് ഡൈനിങ് ടേബിളിലൊരു സീനാണ് എടുത്തത്. എത്ര റീടേക്ക് എടുത്തെന്ന്? അന്ന് 3 റീടേക്ക് എടുത്തായിരുന്നു. ഫസ്റ്റ് ചെയ്യുന്ന സീരിയലല്ലേ, അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഡയലോഗ് പറഞ്ഞു തന്നു, പിന്നെ രണ്ടാമതൊന്ന് ചെയ്യിപ്പിച്ചു നോക്കി, പിന്നെ ഫൈനൽ ടേക്ക് എടുത്തു. 3 പറഞ്ഞാൽ ഭയങ്കര കുറവാ. ക്യാമറ മുന്നിൽ പറയുന്ന വലുതാ, ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന്റെ അതാ പറഞ്ഞ ഒരു ബേസിക് ഇല്ലാതെ ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 3 കുറവാ. ടാലന്റ് കുട്ടി. അപ്പൊ ഓക്കെ. അപ്പൊ ഫാമിലി വിശേഷങ്ങളൊക്കെ എന്താണ്? മാരീഡ് ആണെന്ന് പറഞ്ഞു, അതൊരു ലവ് സ്റ്റോറിയാണ്, അതും ഇന്റർകാസ്റ്റ്, സോറി ഇന്റർ റിലീജിയൻ. ഓക്കെ. അപ്പൊ ആ ഒരു സ്റ്റോറി എന്തായിരുന്നു? ആ ഒരു സ്റ്റോറി കുഞ്ഞിലേ മുതലുള്ള പ്രണയമായിരുന്നു. ആദ്യം വീട്ടിൽ സമ്മതമൊന്നും അല്ലായിരുന്നു, പിന്നെ എങ്ങനെയൊക്കെയോ സമ്മതിച്ചു, കല്യാണം കഴിഞ്ഞു, ഇപ്പം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ പേര് പാർത്ഥിവ് എന്നാണ്. പാർത്ഥിവ്. എങ്ങനെ കുഞ്ഞുനാൾ തൊട്ടേന്ന് പറയുന്നത് കൂടെ പഠിച്ചതോ? ഞങ്ങള് ഒരേ ഡാൻസ് സ്കൂളായിരുന്നു. എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ച് ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏരിയയിലാ വരുന്നത് വീടൊക്കെ. സത്യം പറഞ്ഞപ്പോ എത്ര വയസ്സും തുടങ്ങി? 8ാം ക്ലാസ്. ഭയങ്കര പുള്ളിയാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്രയും? 3 വർഷം ആവാൻ പോകുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ആദ്യം CKയുള്ള അതിലെ സരിഗമപ്പായിലെ ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു, അസിസ്റ്റന്റ്. നമ്മുടെ സജന മാമിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നു. ഡാൻസ് ഒക്കെ വിട്ടോ? ഡാൻസ് ഒന്നും വിട്ടില്ല, അതൊന്നും വിടത്തൊന്നുമില്ല. പക്ഷെ ജോലി അങ്ങനെ പോകുന്നു. വീണ്ടും നമുക്ക് ബബിതയിലോട്ട് വരാം. ഓക്കെ. ബബിത എന്നുള്ള ക്യാരക്ടർ
പെട്ടെന്ന് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഇപ്പൊ പൊതുവെ നെഗറ്റീവ് റോൾസ് ഒന്നും അങ്ങനെ അധികം ആരും ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ കൂടുതൽ കിട്ടാറില്ല. പക്ഷെ ബബിതയ്ക്ക് പെട്ടെന്ന് പ്രേക്ഷക പ്രീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെന്താ സ്പെഷ്യൽ ആക്കുന്നേ തോന്നിയിട്ടുള്ളത്? അത് ആദ്യം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടൊരു കാര്യമായിരുന്നു. എന്നെ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, എത്ര ചെയ്താലും നമ്മൾ ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് അവർ അത്രയും ഉൾക്കൊണ്ടു എന്നാ ഒന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ എത്ര നെഗറ്റീവ് ചെയ്താലും അവർ പറയും, ഓ ആ കൊച്ചിന് എന്താ ഇത്ര ദേഷ്യം ഈ കുട്ടീൻ്റെ അടുത്ത്, ആ കൊച്ചിന് എന്താ ഇങ്ങനെ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അവർ അത്രയും മാത്രം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടു. പക്ഷെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, എന്തിനാ എപ്പോഴും ഇങ്ങനെ. ഞാൻ കമന്റ്സ് വായിക്കാത്ത ഒരാളാണ്, പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ഓവർ വന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴും ആ ക്യാരക്ടറിന്റെ വിജയം അവർ വീണ്ടും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാ. അപ്പോ എല്ലാരും വരും, സെറ്റിൽ എല്ലാരും വന്നിട്ട് പറയൂ ഇപ്പൊ ബബിതേ മതി എല്ലാവർക്കും, ഫാൻസ് കൂടി എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഈ സോഷ്യൽ മീഡിയയിൽ അപ്പൊ സ്നേഹം ഉണ്ടാവും, അതേസമയം നമുക്ക് നെഗറ്റീവ്സും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആക്ട്രസുകളായാലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും. അപ്പോൾ ആ ഒരു രീതിക്ക് ബബിതയ്ക്ക് എന്തെങ്കിലും പേഴ്സണലി വിഷമം ഉണ്ടായ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ ഒരു ക്യാരക്ടർ വൈസ് ഈ ഒരു അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതെന്നല്ല, നമ്മുടെ ആ അഭിനയം അങ്ങനത്തെ ഒരു സംഭവം അല്ലാണ്ട് എനിക്ക് ഇതുവരെക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും, ഓഡിയൻസിനോട്. അപ്പൊ എന്താണ് ഓഡിയൻസിനോട്, സ്നേഹിക്കുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇനിയും സ്നേഹിക്കുക, നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും എനിക്ക് നിങ്ങളുടെ എന്താ പറയാ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം, എങ്കിലേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ മാരീഡ് ആണെന്ന് ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും കണ്ടാ പറയാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഫാൻസ് വരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് വരാറുണ്ടോ? അങ്ങനെ വരാറില്ല, കാരണം ഞാൻ എല്ലാം ഒഫീഷ്യലി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും വരാറില്ല. വന്നിട്ടുണ്ട്, അറിയാത്തവര് വന്നിട്ടുണ്ട്, പ്രപ്പോസലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ റിജക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ അവരോട് റിപ്ലൈ കൊടുക്കും? ഞാൻ ആദ്യമേ പറയും ഞാൻ മാരീഡ് ആണെന്ന് പറയും. ഇങ്ങോട്ട് അടുക്കണ്ട. ഓക്കെ. അപ്പൊ ഇപ്പൊ ചെറിയൊരു ടാസ്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? എന്താണ് ടാസ്ക് നോക്കട്ടെ. ഒന്നുമില്ല, സിമ്പിളാ. ഹസ്ബൻഡിനെ വിളിച്ച് ഇപ്പൊ ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? പ്രാങ്ക് കൊടുക്കാം. പുള്ളിക്കാരൻ ചിലപ്പോ കണ്ടുപിടിക്കുമായിരിക്കും. എന്നാ അല്ല, എന്ത് പറഞ്ഞു പറ്റിക്കും പെട്ടെന്ന്? എന്ത് പറയാനാ, ഇന്റർവ്യൂവിന് പോവാൻ പറ്റിയില്ല എന്ന് പറയാം. അപ്പൊ നോർമൽ റിയാക്ഷൻസ് ആയിരിക്കും. നോർമൽ എന്ത് കാരണം എന്തെന്ന് ചോദിക്കുമായിരിക്കും. അപ്പൊ എന്താ പറയാനാ? അതായത് പുള്ളിക്കാരനെ കുറച്ച് ഷോക്കാക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം. അപ്പോ ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ. ഇതിന് പോവാൻ പറ്റിയില്ല ഇന്റർവ്യൂവിന്. എനിക്ക് വരുന്ന വഴിയിൽ വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയായിരുന്നു, ഊബർ എടുത്തതേ. പറഞ്ഞില്ലേ കണ്ടുപിടിക്കായിരിക്കും. കണ്ടുപിടിച്ച് പ്രാങ്ക് ആയിരുന്നു കേട്ടോ. സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ. ഓക്കെ ശരി. കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്യല്ലെന്ന് പറഞ്ഞു. ഓക്കെ വെയിറ്റ് ചെയ്യണേ, ഞാൻ കൊടുക്കാം. ഹലോ ചേട്ടാ, അപ്പൊ നമ്മളെ ബബിത ക്യാരക്ടറിലോട്ട് വന്നതാണ്. ഷഹനാസിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞ എന്ത് പറയും? ക്യാരക്ടർ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആണ്. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ എന്തെങ്കിലും പറയാൻ പറഞ്ഞ എന്ത് പറയും? ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അഡിക്റ്റ്. ഭയങ്കര അഡിക്റ്റാ. നല്ല രീതിക്ക് കഴിക്കുമ്പോ വേണം, കിടക്കുമ്പോ വേണം, നടക്കുമ്പോ, ഇരിക്കുമ്പോ, ഓടുമ്പോ, ചാടുമ്പോ എപ്പോഴും ഫോൺ വേണം. ഫോൺ ഇങ്ങനെ ഇവിടെ കട്ട് വിളിച്ചു കേട്ടോ. ഇനി നഗ്ന സത്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നാണ് അർത്ഥം. ഇന്റർവ്യൂന്റെ ഗ്യാപ്പ് കൊടുത്താലും ഫോൺ എടുക്കുന്നതായിരിക്കും. നോക്കട്ടെ ഞങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, താങ്ക് യു.
ശരി, ഓക്കെ, താങ്ക് യു. അതിന് പ്രാങ്ക് ഒന്നും ഏക്കത്തില്ല. നല്ല വിശ്വാസല്ലേ, നല്ല അറിയാം ചെയ്യുന്നുള്ളത്. അത് ഞാൻ എന്തിപ്പോ മോശം നടന്നാലും ഞാൻ ഷെയർ ചെയ്യും. അതുകൊണ്ട് അറിയാം. ഇപ്പൊ ആക്സിഡന്റ് നടന്ന് ഇത്ര നേരം ആയില്ലേ, അപ്പൊ എന്തായാലും വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അറിയാം. അപ്പൊ സ്പോട്ടിലായി എന്ന് പറഞ്ഞ് വിളിപ്പിക്കണായിരുന്നു. എൻ്റെ അടുത്ത് തെറ്റുപറ്റി. അങ്ങനെ അപ്പൊ സീരിയല് ഷൂട്ടായിട്ട് പോകുന്നു, അതിന്റെ കൂടെ മോഡലിങ് പോകുന്നുണ്ട്, എല്ലാ പരിപാടിയും ഫുൾ ആക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എങ്ങനെ കണ്ടെത്തുന്നത്? ഇപ്പൊ സത്യത്തിലും കുറവാ. ഈ കുറച്ചൊരു 2 മാസം കൊണ്ട് കുറവാ. പക്ഷെ ഞാൻ എന്നാലും ഓടിയെത്താൻ പറ്റുന്നതെല്ലാം ഓടിയെത്തും. എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്, അതിപ്പോ അപ്പൂന്റെ അവിടെ ആയിരുന്നാലും, അതായത് ഹസ്ബൻഡിന്റെ അവിടെ ആയിരുന്നാലും, എൻ്റെ അവിടെ ഞാൻ കൂടുതൽ നിൽക്കുന്നത് ഹസ്ബൻഡിന്റെ അവിടെയാ. പോയ ഉടനെ അവിടെ ആയിരിക്കും നിൽക്കുന്നത്. വല്ലപ്പോഴാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എന്നാലും എത്താൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ എത്തും. അങ്ങനെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ പോലും ചിലർ സങ്കടം വിളിച്ചിട്ട് പറയും എന്ത് വന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയാം ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ എന്നാലും ഒരു സങ്കടം പറയുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. പിന്നെ അത് പോയിട്ട് അത് തീർത്തില്ലെങ്കിൽ ഒരു വിഷമായിരിക്കും. അതുകൊണ്ട് ഓടിപ്പോയി തീർക്കും. ഓടിപ്പോവാൻ പറ്റുന്നിടത്തെല്ലാം ഓടിപ്പോകും. ഇപ്പൊ ഈ അഭിനയം, ഡാൻസ് ഇതല്ലാതെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? ഇതല്ലാണ്ട് വേറെ അങ്ങനെ ഹോബീസ് ഒന്നും ഇല്ല. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് വായിച്ചിട്ടുള്ളതെല്ലാം. കൂടുതൽ എനിക്ക് പിന്നെ ഇഷ്ടം ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞൊരു പ്രധാന കാര്യം ഇപ്പൊ വിട്ടുപോയി. എന്താ? ഫോൺ തോണ്ടല്ലോ. അത് മെയിൻ ആയിട്ട് അത് എന്തെന്നറിയോ, കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ടൈം കിട്ടാറുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നതാ. അപ്പൊ അതിൽ തന്നെ ഭയങ്കര ശ്രദ്ധ കൊടുക്കും. അപ്പൊ അതിന്റെ എഡിറ്റിങ്ങും എല്ലാം സ്വയമാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി ഭയങ്കര എല്ലാ മേഖലയിലും കൈവച്ച് നടക്കുക. നമുക്ക് നമ്മളല്ലേ ഉള്ളൂ, അപ്പൊ നമ്മളത് നോക്കണ്ടേ, വേണം. അപ്പോൾ ഇപ്പൊ ഈ ഒരു ഡാൻസ് ആയിട്ട് പോകുന്നു. അപ്പൊ അതിൽ ഇനി എന്തൊക്കെയാ, കൂടുതൽ പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും ഇനിയും പഠിക്കണമെന്നുണ്ട്. എനിക്ക് PG എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം ഇപ്പൊ കിട്ടാറില്ല. അത് ഞാൻ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് മാത്രമല്ല, എൻ്റെ സാറിൻ്റെ അടുത്ത് പോകണമെന്നുണ്ട്. എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് കരകുളം ബിജു സാറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്ക് വീണ്ടും പോകണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ബ്രേക്ക് കിട്ടുന്ന സമയം ചിലപ്പോൾ വീക്കെൻഡ് അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് പോകണ്ടേ, അങ്ങനെ 2 ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പോകാനേ പറ്റുന്നില്ല. കുറേ നാളായി ഇപ്പോൾ ഡാൻസിനൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് ഇനിയുള്ള ആഗ്രഹം ഒന്ന് സെറ്റായതിന് ശേഷം ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റായിട്ട് പോകണം എന്നുള്ളതാണ്. ഡ്രീം എന്താ ലൈഫിൽ? എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഡ്രീം ഉണ്ട്. അല്ലാണ്ട് ഒന്ന് സ്റ്റേബിൾ ആവണം, നല്ലപോലെ സ്റ്റേബിൾ ആവണം. ആരും ഇച്ചിപ്പോ എന്നുള്ളൊരു മോശം അവസ്ഥയിൽ എത്താത്ത രീതിയിൽ എൻ്റെ ഫാമിലിയും എല്ലാവരും ഒന്നിച്ച് നിർത്തിയിട്ട് എനിക്ക് നല്ലൊരു നിലയിലെത്തണം. സ്വന്തമായിട്ട് ഡാൻസ് സ്കൂളൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് സ്കൂളുണ്ട്, ഓൾറെഡി ഉണ്ട്. ഓക്കെ. അപ്പൊ പഠിക്കല് മാത്രമല്ല പഠിപ്പിക്കലുണ്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? അവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കുറച്ച് നാളത്തേക്ക്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുന്നത് വരെ, ഞാൻ വീട്ടിലാണ് ക്ലാസ് എടുക്കുന്നത്, ഇടുന്നത് വരെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇപ്പൊ ഈ നിലവിലുള്ള ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ടൊക്കെ? അടിപൊളിയാ, ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയാ. അവർ നല്ല വൈബുള്ള ആൾക്കാരാ. അവരും എന്നെ പോലെ എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്നവരാ. എന്റെ വീട്ടിലെ ഉമ്മ വാപ്പ എങ്ങനെയാണോ അതുപോലെയാണ് അവിടുത്തെ അച്ഛനും അമ്മയും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. നമ്മളെ കൂടെ നിൽക്കുന്നവര്, ഫാമിലിയിലുള്ളവര് ഹാപ്പി ആയിട്ട് പോകുന്നു. അതെ, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പൊ ഈ ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ സന്ദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സന്ദേശം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക, ഡ്രോപ്പ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഓരോ അവസ്ഥകളാണ് ചിലപ്പോൾ നിർത്തേണ്ടി വരുന്നതൊക്കെ. അത് ഇഷ്ടം കൊണ്ട് നിർത്തുന്നവരായിരിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിർത്തുന്നവർ. അങ്ങനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. കാരണം എൻ്റെ ഒരു ഡാൻസ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇതിനു വേണ്ടി തപസ്സിരുന്ന ആളെന്ന് വിചാരിക്കും. കാരണം ഉമ്മയുടെ ആ സമയത്ത് ഉമ്മയെ ഡാൻസിനോ അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇതിൽ തന്നെ ഒരുപാട് നമുക്ക് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. കാരണം ഡാൻസ് ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, മേക്കപ്പ്, അത് ഓരോ പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ കോമ്പറ്റീഷൻ ലെവലിലും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പാഷൻ കൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിപ്പോഴും ഒരു കലോത്സവമോ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ നമ്മൾ
നമ്മൾ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അത്രയും അങ്ങനെ കണ്ടു നിൽക്കും ആ കുട്ടികളുടെ എഫേർട്ട്. കാരണം എൻ്റെ വീട്ടിലും ഇതേപോലത്തെ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്കത് അറിയാൻ പറ്റും. എനിക്ക് അതായത് ഡാൻസിന്റെ കാര്യത്തിനായിരുന്നാലും എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരു ചേട്ടനുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, അജികുമാർ എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ അത്രയും ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാം, ഉമ്മാടെയും വാപ്പാടെയും ക്ലോസ് ഫ്രണ്ടാണ്. സോ പുള്ളിക്കാരനാണ് ഞങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളും ഡാൻസിനായിരുന്നാലും എൻ്റെ ഒരു ഇഷ്ടം, അതായത് എൻ്റെ ഒരു മോളെ പോലെ കണ്ട് എൻ്റെ ഒരു ഇഷ്ടം നടത്തി തന്നതിൽ ഒരു പാർട്ട് അയാൾക്കും കൂടെ ഉണ്ട്. കാരണം പുള്ളിക്കാരൻ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ മിനിമം പോകുമെന്നുള്ളത് അറിയാൻ പറ്റും. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് ഇറങ്ങുമ്പോൾ മാക്സിമം ഒരു 10,000 അല്ലെങ്കിൽ അതിന് മുകളിലാവും ഒരു പ്രോഗ്രാം, അതായത് ഒരു കോമ്പറ്റീഷൻ. അതിൽ ഡ്രസ്സൊന്നും അല്ല, മേക്കപ്പ്, എക്സ്പെൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ അതിന് പുറമേ പഠിക്കുന്നതിന് 45,000, 50,000 അങ്ങനെ 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 കൂടിക്കൂടി വരും. അപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ മാക്സിമം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ഒരു വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഇത്രാമത്തെ വർഷം വരെയും ഞാൻ ഡാൻസ് ഫീൽഡിലുണ്ട്. അപ്പോൾ എൻ്റെ എത്ര രൂപ പോയി കാണും എന്നുള്ളത്. പക്ഷെ അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ നല്ലതേ എനിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് ധൈര്യമായിട്ട് പറയാൻ പറ്റും, എത്ര നമ്മൾ ചിലവാക്കിയാലോ എത്ര നമുക്ക് വേണ്ടി ഇട്ടാലോ നമുക്കത് നല്ലത് മാത്രമേ വരത്തുള്ളൂ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇങ്ങനെ ഉമ്മ അതിന് വേണ്ടി നിന്നിട്ടാണ് ഇത്രയും ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് മുൻപ് നമുക്ക് നോർമലായിട്ട് നമ്മുടെ സമൂഹത്തിൽ പല ഇൻസിഡൻസ് നമ്മൾ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഈ റിലീജിയൻ ബേസിൽ ഇപ്പോൾ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ വിലക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവർ പറയണത് കേട്ടിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീട്ടുകാർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രയും ഹേർട്ട് ആവുന്ന തരത്തിൽ ഇൻസിഡൻസ് എന്തെങ്കിലും? ഇന്ന് വരയ്ക്കും എനിക്കത് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഞാൻ എവിടെ പോയാലും തലയിൽ ഇങ്ങനെ സ്കാർഫൊക്കെ കെട്ടി അങ്ങനെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര കാര്യം. ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരിക്കും അമ്പലത്തിൽ. അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പള്ളിയിൽ പോകും. ഞാൻ പള്ളി മുടക്കത്തില്ല, അങ്ങനെ പൊക്കോണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാം, എൻ്റെ വീട്ടുകാരെ അറിയാം. അപ്പോൾ അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. ഫാമിലിയിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് വന്നിട്ടേ ഇല്ല. ഫാമിലിയിൽ നിന്ന് അങ്ങനെ പ്രശ്നം വന്നിട്ട് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ മൊമെന്റ് എന്തായിരുന്നു? അത് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തിനാ കൊണ്ട് നടക്കുന്ന വേറൊരു രീതിയിലുള്ള ടോക്കിംഗ് പോകുന്ന സമയത്ത് എനിക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. കാരണം എനിക്കറിയാം എൻ്റെ ഉമ്മ വാപ്പ എന്നെ ഒരു ആരായിരുന്നു, ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ടായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എന്റെയും കൂടെ ഒരു ഇഷ്ടമാണ്. അത് ആ പാരന്റ്സിന്റെ ഒരു ഇഷ്ടമാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ അവർ ചേർത്ത് പിടിച്ച് എന്നെ ഒരു അതായത് എൻ്റെ കൊച്ചു പോകുമ്പോൾ മോശം അവസ്ഥ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ എന്നെ സേഫായിട്ട് അവർ ഇത്രയും എത്തിച്ചേ. അപ്പോൾ അത് എനിക്കറിയാം, കാണുന്നവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവർ പല ഈ ലൂസ് ടോക്കിംഗ് ഒക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഉമ്മാരുടെ അടുത്തും പാപ്പാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ എന്ന് പറയുമ്പോൾ അവർ പറയും, എന്തിനാ അത് ബോധേഡാവുന്നേ, ഞങ്ങളില്ലേ കൂടെ, പിന്നെ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോഴും അവരാണ് സപ്പോർട്ട്. ഇപ്പോഴും അവർ തന്നെയാണ് സപ്പോർട്ട്. ഓക്കെ. ഇപ്പോൾ ആദ്യത്തെ അഭിനയിക്കുമ്പോൾ ഉള്ളതും ഇപ്പോൾ ഇത്രയും വന്ന് നിൽക്കുമ്പോൾ ഉള്ളതുമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്? എനിക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. കാരണം ആദ്യത്തേനേം കാട്ടിലും ഇപ്പം ഞാൻ അടിപൊളിയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമുക്ക് സെൽഫ് ലവ് ആണല്ലോ ആദ്യം വേണ്ടത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ ആരായിരുന്നാലും, ഇപ്പൊ വൈഷ്ണവി ചേച്ചി ആവട്ടെ, ആരായിരുന്നാലും എന്നെ കറക്റ്റ് ചെയ്ത് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതവർ ചെയ്തും തരാറുണ്ട് കേട്ടോ. ഞാൻ ഒരു സീൻ ചെയ്തത് ശരിയായില്ലെങ്കിൽ എനിക്ക് ശരിയായില്ല, ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന പറയുന്നത് എനിക്കിഷ്ടമാണ്. സോ പുള്ളിക്കാരി ആയിരുന്നാലും വേറെ അതിലുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരായിരുന്നാലും എനിക്കിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരും. സോ അപ്പോഴും ഞാൻ വിചാരിക്കും നമ്മൾ നന്നാവുന്നത് അവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതും എനിക്കിഷ്ടമാണ്. ഇപ്പോ എന്തായാലും ഈ സൗണ്ട് വെച്ചിട്ടൊരു പാട്ടൊക്കെ പാടാതിരിക്കത്തില്ലായിരിക്കും? ഞാൻ പാട്ട് പാടത്തേ ഇല്ല. ഞാൻ ഓൺലി ഡാൻസർ. ഞാൻ മൂളിപ്പാട്ട് പോലും പാടത്തില്ല. മൂളിപ്പാട്ടൊക്കെ ഇല്ല, എനിക്ക് പാടത്ര സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ പാടത്തില്ല. നമുക്ക് ഡാൻസ് കളിപ്പിക്കാം. എന്റെ പൊന്നോ, ഇത് കഴിയട്ടെ. ഒരു ട്രെൻഡിങ് സാധനം വെച്ച് നമുക്ക് റീല് ചെയ്യിപ്പിക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാൻസ്? പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പുതിയ പ്രൊജക്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. സീരിയലായിട്ടും വന്നിട്ടുണ്ട്, സിനിമയായിട്ടും വന്നിട്ടുണ്ട്.
പക്ഷേ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് ഡിസംബറിലായിരുന്നു ഷൂട്ട് വന്നിരുന്നത്, ധ്യാൻ ശ്രീനിവാസൻ്റെ. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഷെഡ്യൂൾ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഡേറ്റ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സീരിയൽ നമുക്കൊരു ഫിക്സഡ് കമ്മിറ്റ് ചെയ്തതല്ലേ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതെനിക്ക് പോയായിരുന്നു. കുഴപ്പമില്ല, വീണ്ടും വരും. വിഷമമൊന്നുമില്ല, വരും, അവസരങ്ങൾ വരുമല്ലോ. നമുക്കുള്ളതാണെങ്കിൽ നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരും. ഓക്കെ. അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓഡിയൻസിനോട് വേറൊന്നുമില്ല, ഞങ്ങളുടെ സീരിയൽ മഴതോരും മുമ്പേ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങൾ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു.